എവിടെടാ ഹംക്ക് നിന്റെ കണ്ണ്? ആ കല്ലങ്ങോട്ട് മാറ്റ്. ഓരോന്നും മരിക്കാൻ കണ്ട നേരം. 4 ദിവസവും ഈച്ചിനാട്ടി മനുഷ്യൻ വെറുതെ ഇരിക്കണത്. ഉള്ള 4 തേങ്ങ ഇടിക്കാൻ ആ കുഞ്ഞമ്പൂന്റെ കൈയും കാലും പിടിച്ച് സമ്മതിച്ചപ്പോഴാണ് പണ്ടാരടങ്ങാനായിട്ട്. ഇനിയിപ്പോ ഓനെയും പരിധി നടക്കണം. ഓസിനല്ലല്ലോ ചിക്കില് കുറച്ച് കയ്യിലൊന്ന് പെടുന്നല്ലേ നിന്റെ ഈ നോട്ടത്തിനർത്ഥം? എനിക്കറിയാം, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ആ മണ്ണങ്ങട് നീക്ക് നോക്കിക്കാണ്ട്. ആ ദാ മൈഗുണന്മാരിങ്ങെത്തി. ഇപ്പോഴും നിൽക്കുന്ന ഒരു മണ്ണി ചവിട്ടി താഴെ പിടിക്കങ്ങട് അതോർത്തങ്ങോട് നാട് താങ്ങടോ. ഇപ്പോഴാണോ വിളിക്കുന്നേ? ഫോൺ വെക്കാൻ പറഞ്ഞല്ല, 4 ദിവസമായിട്ട് ട്രൈ ചെയ്യാണ്. എന്താ ഈ കാര്യങ്ങള്? നിങ്ങൾക്കും അറിയാലോ, സകലതും പരാജയപ്പെട്ടാ ഞാൻ ഈ തൊഴിലിറങ്ങി പുറപ്പെട്ടത്. 4 ഏക്കർ ഭൂമിയാ ഞാൻ പഴയ അലൂമിനിയ പാത്രം പോലെ പിച്ച കാശിന് തൂക്കി വിറ്റത്. നിവൃത്തികേട് കൊണ്ട് കുരുമുളകിന്റെയും ചുക്കിന്റെയും കാലം പോയി തോന്നിയപ്പോഴാ സോഫ്റ്റ്വെയറിൽ ഇറങ്ങിയത്. പിന്നെ ഷെയർ മാർക്കറ്റ് എല്ലാം പൊട്ടി പൊളിഞ്ഞു. കുടുംബത്തിന്റെ സ്റ്റാറ്റസിനൊത്ത് ജീവിക്കണ്ടേ? ഒടുക്ക ആലോചിച്ച് ഉറപ്പിച്ചാ ഞാൻ ഈ തൊഴിലിറങ്ങിയത്.
السؤال اللهم ثبته عند السؤال وألهمه الجواب എനിക്കിനി ഒന്നും നോക്കാനില്ല. 3 സ്റ്റാർ ആയതുകൊണ്ടാ എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതെ, ആവശ്യത്തിന് പെണ്ണുങ്ങളുണ്ട്, കൂട്ടിക്കൊടുപ്പ് തന്നെ. അതിൽ കയറി ഉടക്ക് വെക്കാൻ വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒന്നും നോക്കൂല. കുത്തി കൊടലിമാലെടുക്കും ഞാൻ എല്ലാറ്റിന്റെ. وألهمه الجواب اللهم جافل الكبر عن جنبيه اللهم جافل الكبر عن جنبيه اللهم آمنه من كل. ഞാൻ വിളിക്കാം, ഈ നമ്പറിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. حضرة أصحاب البدرين واللخدين والخندقين والخيبرين والتبوكين وسائر الصحابة والكرامة كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم. ഇല്ലെങ്കിൽ എനിക്ക് വിഷം കഴിക്കേണ്ടി വരും. ദൈവത്തിനായിരിക്കും. ഞാൻ കൊറേ വിളിച്ചോണ്ടിരിക്കുക. ഔട്ട് ഓഫ് ഓർഡറാ. فاسله بالماء والثلج والبرد ونكه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واكلا خيرا من نخله وزوجا خيرا من زوجه. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة അതെ, എവിടെ എവിടെ എനിക്ക് പോണം. നിന്ന് കിടങ്ങാതെ കാശുതാ. എന്റെ കാശുകളെ മനുഷ്യന് പോണോന്ന്. الحمد لله رب العالمين. തിരുവാമും മൊളിഞ്ചുള്ള സമയത്ത് എന്നാ അന്റെ കോള് പിടിക്കട ഹിമാറേ. അവളുടെ മുനത്തിൽ അരതിണ്ട് 68 വസൂരി കൊടയെടുത്ത് ഹംസാജി ഇല്ലേ, നമ്മുടെ പൊറ്റേൻ ഹംസാജി, അയാൾക്കാണ് കബർ വെട്ടിന് ചാർജ്. ഞാൻ അസിസ്റ്റന്റ്. ഓ, വസൂരി എന്ന് പറഞ്ഞ വസൂരിന്റെ മഴ ചാകര. എനിക്കന്നാ ഹംക്ക് പോയിസിലാൻ 4 തരിക ഒരു മയ്യത്തിന്. ആ വസൂരിയുടെ ഹംസാജി പണക്കാരനായി, മക്കത്ത് പോയി ഹജ്ജും ചെയ്ത് സുജാതിയായി. ഈ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? ഒരു നല്ല കാലം വരും. നാളത്തെ ഹംസാജിയാ ഞാൻ. നീ പിന്നെ കുഞ്ഞാലൻ, പിന്നെ ഹംസാജി. മര്യാദക്ക് നിന്നാ നിനക്ക് നല്ലത്. നിനക്കും മക്കത്ത് പോകാം. ഒരു പകരം പിടിച്ചോനെ കോളത്തുണ്ടല്ലേ. ഇന്നത്തെ കോളത്തു നാളത്തെ കാര്യം പറയാൻ പറ്റൂല. എന്തേ നാളെ അങ്ങോട്ട് വരുന്നോ ഖബറിലേക്ക്? അവൻ ചുമ്മാന്റെ ദ്വാരക്കല് ഇങ്ങോട്ട് താടാ. അതേതാ കുഞ്ഞാലിന്റെ കൂടെയുള്ള ആ ചെക്കെ? അത് നമ്മുടെ ഉമ്പായിന്റെ മോനല്ലേ? പാവം, എങ്ങനെ കഴിഞ്ഞ കുടുംബ. ഈ കുന്നുംകാരയില് ആദ്യമായിട്ട് ഓടിട്ടൊരു വീടാത്. നേരെ പോക്കാരനാ ഉമ്പായി. കക്കില്ല, കളവ് അറിയില്ല. പാട്ടക്കാരൻ ഉമ്പായിന്റെ സത്യസന്ധത ഈ കുന്നുംകാരയിലെ ഒരാൾക്കില്ല. ആ പണ്ടെന്താ കാര്യം? കുരുമുളകും തേങ്ങയും മൂപ്പരെ പറ്റിച്ചു. കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണ് നിൽക്കുന്നു. ആകെപ്പാടുള്ള ഒരു ആന്തരിയ ചെവി കേൾക്കും.
സംസാരശേഷിയില്ല. കഷ്ടം എന്നല്ലാതെ എന്താ പറയാ. ഒരു കൈത്തുണയ്ക്ക് വന്ന് സഹായിക്കടാന്ന് പറഞ്ഞ ആരോട് പറയാൻ? എന്റെ വിധി. ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ അച്ഛൻ നാട് വിട്ടത്. കുറിക്കാരൻ ഗോവിന്ദൻ. ചിട്ടി നടത്തുന്നവര് വായിക്കേണ്ടത് കണക്ക് ബുക്കാ. ഓരോ യോഗം. ചേച്ചി, ദേ ആ കുഞ്ഞാല് വരുന്നുണ്ടേ. ഈശ്വര, എന്റെ തലയിലെഴുത്ത് എന്തൊക്കെ അനുഭവിക്കണം. നിന്റെ മറ്റവും വന്നോടാ. ചോദിച്ചത് കേട്ടില്ലടാ. നിന്റെ തന്ത ഗോവിന്ദൻ വന്നോന്ന്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഉറുപ്പ് 1ഉം 2ഉം അല്ല, 10,000. മുളകിന് വില കുറഞ്ഞു, ചുക്കിന് വില കുറഞ്ഞു, ചിട്ടി പൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ എന്റെ 10,000 ഉറുപ്പ്യ ആവോ? അതെ, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. വാതിലടച്ച് കുറ്റിയിട്ടാലേ രക്ഷപ്പെട്ടു എന്നാണോ? വാതിൽ തുറക്കണേ, വാതിൽ തുറക്കാൻ. തുറക്കാനാ പറഞ്ഞേ. ഞാൻ ഈ വാതിൽ ചവിട്ടി പൊളിക്കാത്തതേ അമ്മാളോ നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. ഇവിടെ നിന്നെയൊക്കെ താങ്ങി നടക്കുന്ന കുറെ ഇരപ്പാളികളുണ്ട്. മായൻകുട്ടി മുതല് അപ്പുറത്തെ ഉമ്പായിക്ക വരെ. തുറക്കണി, തുറക്കാൻ. ശവക്കുഴി വെട്ടിട്ടുണ്ടാക്കിയ കാശ എല്ലാത്തിനും കുന്നേ കുഴിച്ചൂടും. ഇളം എന്റെ പണം എനിക്ക് അടുത്ത ആഴ്ച കിട്ടണം. ഇല്ലെങ്കിൽ പൊറക്ക് ഞാൻ തീ കൊടുത്തു. കുഞ്ഞാലെ പറഞ്ഞതാ. അവിടെ പൊച്ചിട്ട് ക്ഷീണിച്ചതല്ലേ മക്കളെ. വഴിച്ചെലവ് ഞാനിതൊക്കെ നിൽക്ക. നന്നായിട്ട് മുളകിട്ട് വറുത്തെടുക്കാൻ. വായന വിറ്റുമാറാൻ ഇനി ഒന്നും ബാക്കിയില്ല. നിനക്കറിയാലോ മുസ്തഫ, കുരുമുളകിനും തേങ്ങക്കും ഇപ്പൊ വളത്തിന്റെ വില കൂടില്ലാന്ന്. ഉപ്പാന്റെ കാലം മുതലേ തെങ്ങും കവുങ്ങും പാട്ടത്തിനെടുത്ത ഞങ്ങളെ ജീവിതം അറിയാലോ. ഇടിവെട്ട് പോലെ തേങ്ങക്കും കുരുമുളകിനും ഒന്നും വിലയില്ലാണ്ടായി. പാട്ടെടുത്ത പലരും വിഷം കഴിച്ചും തൂങ്ങിയും ചത്തു. മരിക്കാനും പറ്റില്ലല്ലോ. ഞാനൊരു ഇസ്ലാമായി പോയില്ലേ. കെട്ടിക്കാറായ മോളുണ്ട്. ഇപ്പൊ ഗതി കെട്ട് മോനെ കബറ് കുഴിക്കാൻ പറഞ്ഞേക്കുക. ഇതൊക്കെ എനിക്കറിയാവുന്ന കഥ തന്നെയല്ലേ. എന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കുവോ? ചെക്കൻ വന്ന് ചെക്കൻ്റെ വീട്ടുകാർ വന്ന് കണ്ടു ബോധിച്ച്. ഇനി സ്ത്രീധനത്തിന്റെ കാര്യം ഒരു തീരുമാനമായ സംഗതി ഓക്കെ. മേപ്പറമ്പത്ത് 2 ഏക്കറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അത് വിറ്റിട്ടോ മുതലായിട്ടോ നമുക്ക് കൊടുക്കാം. ഇങ്ങളേത് മാവിലായിക്കാരനാന്ന്? സ്വത്ത് ഇവിടെ ആർക്കാ വേണ്ടിയ? വാങ്ങാൻ ആളില്ല. പിന്നെ 4 പീടിക മുറിയെടുക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ തരക്കടില്ലായിരുന്നു. ഇതിപ്പോ അതുമല്ല. എന്തായാലും മേപ്പറമ്പത്തെ 2 ഏക്കറുടെ കാര്യം പറഞ്ഞ് നാണം കേടാൻ ഇനി എന്നെ കൊണ്ടാവില്ല.
ഉള്ളത് പറയാലോ. ഇതിപ്പോ എത്രാമത്തെ ആലോചന? ഇങ്ങനെ പോയാ പെണ്ണ് മൂത്ത് നരച്ച് കെട്ടാൻ ആളുണ്ടാവില്ല. ഒന്ന് പതുക്കെ പറയും. ബിബാത്തു, കുരുമുളകിന് നല്ല പാകം. ഇനി മൂത്ത കരിഞ്ഞു പോവും. ആർക്കും ഇല്ലാണ്ടാക്കല്ലേ. ആ കുഞ്ഞാല ഇരിക്ക്. ഇരിക്കാനൊന്നും നേരമില്ല. ദാ ഇവന്മാരൊന്ന് പൊരിച്ചെടുക്കണം. നാടൻ കൊടി കിട്ടാനില്ലേ? ഇപ്പൊ എവിടുന്ന് കിട്ടിയത്? ആ ഗോവിന്ദന്റെ വീട് വരെ പോയതാ. ചിട്ടിക്കാരൻ ഗോവിന്ദന്റെ. കഷ്ടന്നല്ലാതെ എന്തു പറയാൻ. സത്യസന്ധനായിരുന്നു കേട്ടോ ഗോവിന്ദൻ. സത്യത്തിന്റെ കടുപ്പം കൊണ്ടാണല്ലോ മുങ്ങിയത്. എനിക്കറിയാ, ഓൻ ഒരുപാട് ആൾക്ക് പണം കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. കിട്ടാതെ കൊടുക്കാൻ കഴിയില്ലോ. എത്ര പണം പോയി കിട്ടി? എഞ്ചിനാ താൻ തരാനാ? അയ്യ, ഓന്റെ വീട്ടിലിപ്പോ ഭാര്യ ഒരു മൊയന്ത് ചെക്കനുണ്ട്, ഒരനങ്ങാപ്പാറ, ഹുഫ്, പിന്നെ 5-6 കോഴികളും. ദേ അതിന്ന് 2 ഞാനിങ്ങോട്ട് പൊക്കി. അത്രയൊന്നും പാടില്ലേ കുഞ്ഞാല. ഉമ്പായിക്ക് ഒരാൾ പറഞ്ഞോണ്ടാ ഞാൻ ആ വീട്ടുകാരെ വെറുതെ വിടുന്നത്. പണം എത്ര എന്റെ പോയിന്നറിയോ? നേരുള്ളോനാ ഗോവിന്ദൻ. ഓൻ വരും, എല്ലാവരുടെ കടുവം വീട്ടും. വരുന്ന വഴി ഞാനിങ്ങോട്ട് കേറിയെന്നുള്ളൂ. ഞാറങ്ങാണ്. നിക്ക് നിക്ക്, ഞാനതങ്ങോട്ട് മറന്നുപോയി. മോളെ 3 ചായ കൊണ്ടുണ്ടാ. അല്ല, ബീബാത്തിന്റെ കല്യാണക്കാരൊക്കെ എവിടം വരെയായി? ആഴ്ചയിൽ 4-5 ആലോചന വരും, വന്ന മാതിരിയാണ് പോവുകയും ചെയ്യും. ആരെക്കൊണ്ടാ ഇത്ര വലിയ സ്ത്രീധനൊക്കെ താങ്ങാൻ കഴിയാ? കൈവണ്ടി വലിക്കണോമ്പരെ 4-5 ലക്ഷമാണ് ചോദിക്കുന്നത്, ഒരു ഉളുപ്പും ഇല്ലാണ്ട്. പഴയ കാലൊന്നുമല്ലേ. വിളകൾക്ക് ഓട്ടമുക്കാലിന്റെ വില കൂടിയില്ല. പിന്നെ കുറച്ച് ഭൂമി ഉള്ളത് വിൽക്കാന്ന് വെച്ചാ ആർക്കും വേണ്ട. ആ ചായ എത്തിയല്ലോ. അല്ലോ ഉമ്പായിക്ക, ബീബാത്തുവിന് ഞാനൊരു പുതിയ ആപ്പിള്ള തരട്ടെ. വിറ്റഴിക്കാൻ പാടുപെടുന്ന ആ 2 ഏക്കറിൽ നിന്ന് ഒരു 50 സെന്റ്. ബാക്കി പൊന്നും മുതലൊന്നും വേണ്ട. അല്ല, പിയാപ്പിള എവിടെയാണ്? കല്യാണം ആർഭാടമായിട്ടൊന്നും വേണ്ട. വേണ്ടപ്പെട്ട 10 ആളെ വിളിക്കണം, കാലിനെയും കൂട്ടി നിക്കാഹ് കഴിപ്പിക്കണം, പെണ്ണിനെയും കൊണ്ട് പൊയ്ക്കോളും. അപ്പൊ ചെക്കൻ ആരാന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കറിയാവുന്ന കക്ഷിയൊക്കെ തന്നെ. ഒന്ന് കെട്ടിയിട്ടുണ്ട്, ഭാര്യ മരിച്ചുപോയി. പ്രായം കുറച്ച് കൂടുതൽ കാണും, പക്ഷേ നല്ല ഇരുമ്പ് പോലത്തെ തടി. എന്താ പറ്റുമോ? അടുത്ത ആഴ്ച കല്യാണം. നല്ല വരുമാന. ഭൂമി വരണ്ടാലും പണം, വെള്ളം കേറിയാലും പണം. കുരുമുളകിന് 1 ഉറുപ്പിക ആയാലും തേങ്ങക്ക് 10 പൈസ ആയാലും മൂപ്പരെ ബാധിക്കില്ല. സർക്കാർ ഉദ്യോഗത്തെക്കാൾ സ്ഥിരത ഉള്ള ജോലിയാണ്. എന്താ പറ്റുമോ? എന്താ ഈ പറയണു കുഞ്ഞാല? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. സമ്മതമല്ലെങ്കിൽ വേണ്ട. ഞാൻ ചോദിച്ചില്ല, നിങ്ങൾ കേട്ടില്ല. പറഞ്ഞത് നേരെ പോയേ, ഞാൻ ഇറങ്ങിയാണ്. കൊടുക്കുട്ട കോഴിക്കുളക്കോഴി. ആ അല്ലേ, വൈകിട്ട് ഒരു 4 മണിയാവുമ്പോ നീ പറമ്പിലേക്ക് വന്നെ. ഒരു വെട്ടുണ്ടേ. മയ്യത്ത് പ്ലെയിൻ വഴി അയച്ചിരുന്ന വിവരം ഗൾഫാ. നിനക്കെന്തോ ഒരു വല്ലായ്മ, സുഖമില്ലേ? ദേ 4 മണി മറക്കണ്ട. കൊടുക്കുട്ട കോഴിക്കുളക്കോഴി. بنبينا مصطفى محمد صلى الله عليه وسلم
ثم إلى കാതറേ, حضرة الأنبياء നമ്മുടെ കായകൾ. والمرسلين ثم إلى حضرة أصحاب البدرين واللخدين والخندقين والخيبرين والتبوقين وسائر ഇതെന്തത്? السادة والكرامة ഒരു 100 റുപ്യ കിട്ടാ ഗൾഫല്ലേ? اللهم زد لهم شرفا على شرفهم പോ, പോ. وقدرا على നീ പോ. قدرهم وعزا നേരണ്ടി നേരണ്ടി على നോട്ട്. عزهم ഇതാ പിടിക്ക്. وكرامة على كراماتهم يا رب ഗൾഫാണ് പോലും. العالمين. നക്കി നക്കി നക്കി. اللهم ഓ, اغفر علينا من فيوضاتهم يا رب ഇങ്ങനെയുണ്ട് ആർത്തിപ്പണ്ടാരം. നിക്ക് 50 രൂപ വെച്ചോ. ആ പ്രാരാബ്ദമൊക്കെ എനിക്ക് മനസ്സിലാവൂടാ. നടക്ക്. കണ്ട സിനിമാ കോട്ടയിൽ നിന്നും കൊണ്ട് ചെലവാക്കരുത്. നീ ഒന്ന് നിന്നേ. നിനക്കെന്താടാ ഒരു വല്ലായ്മ? ബീബാത്തിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? ഒക്കെ വേണ്ട പോലെ നടക്കും. സമയായിട്ടില്ല. ശരിയാവും. ഞാൻ ശരിയാക്കൂടാ. നടക്ക്. ആ, നീ നടക്ക്. നീ അല്ലാണ്ട് പിന്നെ ഞാനാ കൊണ്ട് കൊടുക്കുക. ഉപ്പാക്ക് ദേഷ്യം പിടിക്കും. എനിക്ക് മടുത്തുമ്മ. എത്രാമത്തെ തവണ നാടകം? പെൺകുട്ടികളാവുമ്പോ അതൊക്കെ ഉണ്ടാവും. എന്റെ 12ാമത്തെ പെണ്ണ് കാണലിനൊക്കെ ശരിയായത്. ഇട്ടെറിഞ്ഞ് പോവാൻ പറ്റുമോ? ചെല്ലു മോളെ, ചെല്ല്, കൊണ്ടുപോയി കൊടുക്ക്. അതാണ് പറഞ്ഞ യോഗഭാഗ്യം എന്ന്. ഇതൊന്നും നമ്മൾ കണക്കൂട്ടും പോലല്ല. മോളിൽ ഒരുത്തനുണ്ട്, ഓൻ വിചാരിക്കണം. ആ മോള് വന്നല്ലോ. ആ എന്നാ പിന്നെ ചായ കുടിക്കേ. ഇതാ ആ എനിക്ക് ആകപ്പാടൊരു ആന്തരിയായ ഇവൻ. പെൺകുട്ടിയോള് 4, എല്ലാറ്റിനും കെട്ടിച്ചയച്ച് 1000 നേർച്ചപ്പെട്ടിയില് പണിട്ട് കിട്ടിയ ഒരു ആന്തരിയാ റഷീദ്. അതാണ് മായൻകുട്ടിക്കാ ഞാൻ പറഞ്ഞത് യോഗഭാഗ്യം എന്ന്. അതെ, റഷീദിന് മോളേറ്റ് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അതിനെന്താ, ആയിക്കോട്ടെ. അങ്ങോട്ടില്ല. ഓരോ പരിഷ്കാരങ്ങള്. ഞാൻ കിട്ടിയപ്പോ ഓളെ മുഖം കാണുന്നത് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ. പഠിച്ചൊരു കുട്ടീനെ തന്നെ വേണമെന്ന് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. നിനക്കെന്നെ ഇഷ്ടപ്പെട്ടോ? ബീഫാത്തൂന് ഞാനത്ര മെഹർ തരണം. ഇസ്ലാമിൽ അങ്ങനെയാണെങ്കിലും കാര്യത്തോടടുക്കുമ്പോ നേരെ തിരിച്ചല്ലേ? എന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പ് വരുന്നു. എനിക്കിഷ്ടായി നിന്നെ. ഇങ്ങനെ മുഖത്ത് നോക്കി വർത്താനം പറയുന്ന പെണ്ണുങ്ങളാ നമുക്ക് വേണ്ടത്. ആദ്യായിട്ടാ ഞാനൊരാളോട് ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്. മടുപ്പുണ്ടാ? മാപ്പാക്കണം. എന്തിന്? എനിക്കെല്ലാം അറിയാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയാണ്. അവസാനത്തതുമാവട്ടെ. ഉപ്പ വേണ്ട, എന്റെ സുജായിത്രം നിന്നോട് വേണ്ട. 4 പെൺകുട്ടികൾ കാണാമായി കുറയാണ്ട് എണ്ണിക്കൊടുത്താ ഞാൻ കെട്ടിച്ചു വിട്ടത്. എനിക്ക് അതിന്റെ 4 ഞാൻ തിരിച്ചു കിട്ടണം. സ്ത്രീധനം വാങ്ങൂല പോലും. നിന്റെ പൂതി നടക്കണമെങ്കിലേ ഞാൻ മയ്യട്ടാവണം. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പെണ്ണിന് തന്നെ വല്ലാണ്ട് ബോധിച്ചിട്ടുണ്ട്. ഓർക്കുമ്പോ സങ്കട. അല്ല, ഒരു ബ്രോക്കർക്ക് അതിനുള്ള അവകാശമില്ലാന്ന് അറിയാം. മുസ്തൊക്കെ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? ചോദിക്കുന്ന സ്ത്രീധനം തരാന്ന് എന്റെ ഉപ്പാനോട് പറയണം. റഷീദ് ഒന്നും അറിയാത്ത മാതിരി സംസാരിച്ചാൽ എങ്ങനെയാ? ആ കുടുംബം പാപ്പറായി കിടക്കാന്നുള്ള അറിയാലോ. എനിക്കെല്ലാം അറിയാം. പക്ഷേ എന്റെ ഉപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേറെ വഴിയില്ല. അതിന് ഉപ്പാക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ഉമ്പായിക്കാനോട് ഏൽക്കാൻ പറ. ഞാൻ രഹസ്യമായി സഹായിച്ചോളാം. ജീവിതത്തിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂവെങ്കിലും എനിക്കവളെ മറക്കാനാവുന്നില്ല മുസ്തഫ. സ്നേഹിക്കുന്നവരുടെ വേദന എനിക്കും മനസ്സിലാവും റഷീദ്. അറിയോ, 10 പവന്റെ അഭിപ്രായ വ്യത്യാസത്തിനാ എന്റെ ആമിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഇപ്പൊ അവള് കണ്ടോന്റെ കയ്യും പിടിച്ച് നടക്കുന്നത് കാണുമ്പോ എന്റെ കൽപ്പിലൊരു നീറ്റലാ.
പോട്ടെ, ഞാൻ പറയാം. എന്നെ കൊണ്ടാവും പോലെ ഞാൻ പറയാം. പോരെ? ഇപ്പറഞ്ഞ ഇനിയും പറയരുത്. നേരും നെറിയും കെട്ട് ഞാൻ ഒരു കാര്യം നടത്തിയിട്ടില്ല. ഞാനൊരു കൃഷിക്കാരനാണ്. വിള കൂട്ടാൻ മണ്ണിൽ രാസവളം ഇടാൻ പോലും കയ്യറക്കണ ആളാ ഞാൻ. ആ കുട്ടി എന്നോട് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു. അതിന് എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഒരു നുണ കൊണ്ട് 1000 നുണകൾ കെട്ടിണ്ടാക്കാൻ ഈ നെഞ്ചിന് ശക്തി ഇല്ല മുസ്തഫ. നീ ഇങ്ങനെ ആക്രമണം കാട്ടിയാൽ എങ്ങനെ? സംഗതിയൊക്കെ നിനക്ക് അനുകൂലമായി വരുന്നുണ്ട്. കമ്മീഷനും കിമ്മീഷനും എത്ര വേണമെങ്കിലും തരാം. ബീബാത്തുന് അത്രക്കങ്ങ് ആശിച്ചു പോയി. അയ്യടാ, ഒരു ആശക്കാരെ മോളെ പ്രായമുള്ള ഒരു കുട്ടിനെ. എനിക്ക് എന്താണ് ഒരു കുറവ്? ആരോഗ്യമില്ലേ, വരുമാനം ഇല്ലേ, തന്റെ ഇടമില്ലേ? തന്റെ അടുത്തിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. ഉമ്പായിക്കാനോട് ഇന്നലെ നേരിട്ട് ഞാനൊന്ന് മുട്ടിനോക്കി. മൂപ്പർക്ക് ദേഷ്യമില്ല. ആ പിന്നെ ആദ്യം കെട്ടിയ ഭാര്യനെ ചവിട്ടിക്കൊന്നാണല്ലോ സംസാരം. നിന്റെ ഉപ്പയാണ് കൊന്നതും. നായിന്റെ മോനെ കൊന്നുപോലും. ഓള് പോയി തൂങ്ങിച്ചത്ത് ഞാൻ എന്ത് പിഴച്ച്? അതേർക്കല്ല നിന്റേതായിട്ട് കിട്ട കളി. പൊന്നുപോലെ ഓളെ ഞാൻ നോക്കിയത്. ആ സ്നേഹം ഓള് തിരിച്ചറിയാഞ്ഞത് എന്റെ കുഴപ്പാ. പക്ഷേ ബീബാത്തിന്റെ കാര്യത്തില് അതുണ്ടാവില്ല. നിങ്ങൾക്ക് കൈ നിറയാൻ പണം തരാം. നിങ്ങൾ അത് എപ്പോ ശരിയാക്കും? നോക്കട്ടെ, ആദ്യം അയാളൊന്ന് പദം വരുത്തട്ടെ. ഇത് വെച്ചോ. ഇത് വേണ്ടില്ലായിരുന്നു. ആ ചെക്കൻ റഷീദിന് 100 വട്ടം സമ്മത. പക്ഷെ ആ ബലാല് സമ്മതിക്കണ്ടേ? ആര്? ഓന്റെ ബാപ്പ അല്ലാണ്ടാരാ? ഒരു 5 നയാ പൈസ വാങ്ങാതെ ഞാൻ ഓളെ കെട്ടുന്നു റഷീദ്. ഇന്റെ ഹയാത്തിലെ നടക്കൂലെന്ന് മായനിക്കാം. പോട്ടേന്ന് നമുക്ക് യോഗമില്ല. ആളുകളുടെ കുത്തുവർത്താനം കേട്ട് കേട്ട് മതിയായി. ഒതുക്കത്തിൽ ഒന്നിനെ കിട്ടിയ രണ്ടാം കെട്ടെങ്കിലത്. എന്റെ മരിപ്പ് എന്നാന്നറിയില്ല. പിന്നെ മിണ്ടാപ്രാണിയായൊരു മോന്. ഇനിയും പിടിച്ചു നിൽക്കാൻ ആവൂല മുസ്തഫ. സങ്കടപ്പെടാണ്ടിരിക്കും വായിക്ക. റബ്ബല്ലേ വലുത്. ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ല. ഞമ്മക്കതൊന്ന് ആലോചിച്ചാലോ? നീ പറയണത് എനിക്ക് മനസ്സിലായി. തൊഴിലുകൊണ്ട് കബർ വെട്ടുകാരനായതുകൊണ്ടൊന്നുമല്ല. അവന്റെ സ്വഭാവം ഇപ്പൊ കൊറേ മാറിപ്പോയി. ജുമാക്കൊക്കെ ആള് പള്ളി പോണ്ട്. ആ ഒരു പരീക്ഷണം, എൻ്റെ മോളെ കൊണ്ടുള്ള പരീക്ഷണം. ഇന്നല്ലാണ്ട് ഞാൻ മരിച്ചു പോയാ എൻ്റെ കണ്ണടയില്ല മുസ്തഫ. വളച്ചേട്ടാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞമ്മക്കിത് അങ്ങോട്ട് നടത്തിയാലോ? കുഞ്ഞാലിനും വലിയ താല്പര്യത്തിന്. മതിയലവി, ക്ഷീണിക്കണ്ട. ഇങ്ങോട്ട് കേറ്. ഇനി ഞാൻ ചെയ്യാം. പറയണ കേക്കണ്ട നീയെ. ഹാ, ഇങ്ങോട്ട് കേറാൻ. എന്റെ അളിയനാകാൻ പോകുന്നവനാണ് നീ. ബീബാത്തുനെ ഞാൻ പൊന്നുപോലെ നോക്കും. അല്ലാണ്. ഏഴാം ബഹറിൻ ുള്ളിനൊരിക്കൻ കോട്ട രാജനടുപ്പിച്ചേ എന്താ നീ വിചാരിച്ച? ഏഴാം ബഹറിനുള്ളിനൊരിക്കൽ കോട്ട. എന്തു പറ്റിയടാ ഒരു തരിപ്പ്? ആ കല്ലങ്ങോട് മാറ്റിയിട്. ഏഴാം ബഹറിനുള്ളിനൊരിക്കൽ കോട്ട ഇഫിരിത്ത് രാജനടുപ്പിച്ചേ. എത്ര കാലായിട്ടുള്ള മോഹമാണെന്നറിയോ? എത്ര തവണ എന്നെ ഉറക്കത്തിൽ കിനാവ് കൊണ്ടിരുന്നോ ബീബാത്തുന്, നിന്റെ പെങ്ങളെ. ഓളെ എടാ പൊട്ട, നിന്റെ ചെവിയും പൊട്ടിപ്പോയോ? ആ കല്ലങ്ങോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് നോക്കി നിൽക്കാതെ കല്ലങ്ങോട് മാറ്റി വെക്കാൻ.
കോട്ടയുടെ ചുറ്റും കാവലിന് തിക്കാമാരെ തേടി പിടിച്ച് 7-ാം എന്തായി കണ്ടണേ? എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. ഇനി നീ ഒരു പെണ്ണിനെ നശിപ്പിക്കരുത്. മനുഷ്യന്മാരുടെ തകർച്ചയൊന്നും മുതലെടുക്കരുത്. നീ സംസാരിക്കണം, നീ സംസാരിക്കണം. കൊല്ലരുത്, എന്നെ കൊല്ലരുത്. അലവി, വാതിൽ തുറക്കാൻ. അലവി, വാതിൽ തുറക്കാൻ. അലവി, എന്തൊരു ഉറക്കാത്. വാതില് മുട്ടി ഞാൻ തളർന്നു. ഉപ്പ വിളിക്കുന്നു. ഒരു മരണമുണ്ട്. റഷീദ് ഖാന്റെ ഉപ്പ മായൻകുട്ടിക്ക. നമ്മളെല്ലാരും റഷീദ് ഖാന്റെ വീട് വരെ പോണെന്ന്. വേണ്ടപ്പെട്ടവരുടെ വീടാന്ന ഉപ്പ പറയുന്നത്. ശരിയാണോ അലവി? Allah